എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 10ാം ക്ലാസ് ബയോളജി പാഠഭാഗം 4 കീപ്പിംഗ് ഡിസീസസ് എവേ, അകറ്റി നിർത്താം രോഗങ്ങളെ എന്ന പാഠഭാഗത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയ രോഗങ്ങളാണ് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പം ബാക്ടീരിയ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഒരു വിശദമായ ക്ലാസ്സാണ് കഴിഞ്ഞത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് വൈറസ് രോഗങ്ങൾ. വി ക്യാൻ ലേൺ അബൌട്ട് ദ വൈറൽ ഡിസീസസ്. അപ്പോൾ ഇപ്പോൾ വൈറസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് പോലും വളരെയധികം ഫെമിലിയറാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ 2020 ലോകമൊട്ടാകെ മാറ്റിമറിച്ച COVID-19 എന്ന മഹാമാരിക്ക് കാരണക്കാരിയായ കൊറോണ വൈറസ്. അപ്പോൾ ഇതെല്ലാവർക്കും ഭയങ്കര എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത രീതികളെ മൊത്തത്തിൽ തകിടം മറിച്ച ഒരു വൈറസാണ് കൊറോണ വൈറസ്. അതുകൂടാതെ തന്നെ കേരളം ഏകദേശം അടുത്ത കാലത്ത് നേരിട്ട ഏറ്റവും മാരകമായൊരു രോഗമായിരുന്നു നിപ്പ. അപ്പോൾ അതും ഒരു വൈറസ് രോഗം തന്നെയായിരുന്നു. അപ്പം നിപ്പ വാസ് ദി മോസ്റ്റ് ഫേറ്റൽ ഓഫ് ദ ഡിസീസസ് ദാറ്റ് കേരള ഫേസ്ഡ് റീസെൻ്റ്ലി കേരളം ഫേസ് ചെയ്ത ഏറ്റവും മാരകമായൊരു രോഗം തന്നെയായിരുന്നു നിപ്പ. ദിസ് ഈസ് ഓൾസോ എ വൈറൽ ഡിസീസ്. ഇതും ഒരു വൈറൽ ഡിസീസ് തന്നെ ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വൈറസുകൾക്ക് പ്രത്യേകമായ വാക്സിനുകൾ ആവശ്യമായി വരുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ വൈറസുകളുടെ സ്ട്രക്ചർ, അതിൻ്റെ ഒരു ഘടനയാണ് അതിന് കാരണം. അപ്പം ജീവനുള്ള ഒരു നമ്മുടെ ഏത് ശരീരമായാലും ജീവനുള്ള ഒരു ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു കോശത്തിൽ മാത്രമേ അവ എപ്പോഴും ആക്റ്റീവായി നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും അവ ഇനാക്റ്റീവായിരിക്കും. അപ്പം വൈറസുകൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ജീവനുള്ള ശരീരം അല്ലെങ്കിൽ ജീവനുള്ള കോശം അത്യാവശ്യമാണ്. ഓക്കെ, അല്ലാത്തപ്പോൾ അവ നിർജീവമായിരിക്കും. ഈ വൈറസിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ വൈറസിന് ഒരു സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും, പക്ഷേ ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ അതൊരു DNA അല്ലെങ്കിൽ ഒരു RNA മോളിക്യൂളോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതൊരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്നൊരു ഒരു സിമ്പിൾ സ്ട്രക്ചറാണ് ഈ വൈറസിനുള്ളത്. ഓക്കെ, മൾട്ടിപ്ലൈ ബൈ അണ്ടർടേക്കിംഗ് ദ ജനറ്റിക് കൺട്രോൾ ഓഫ് ദ ഹോസ്റ്റ് സെൽ ആൻഡ് ദസ് ഡിസ്ട്രോയ് ദ സെൽ. അപ്പം നമ്മൾ പറഞ്ഞു വൈറസിന് ഒരു ആതിഥേയ കോശം, ഒരു ഹോസ്റ്റ് സെൽ ആവശ്യമാണ് ഫോർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തി പെരുകുമ്പോൾ ഈ കോശങ്ങളങ്ങ് നശിച്ചു പോകും. ഈ ആതിഥേയ കോശങ്ങൾ നശിച്ചു പോകും. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് വൈറസുകളുടെ ഘടന എന്ന് പറയുമ്പോൾ. സാധാരണ ജീവകോശങ്ങളുള്ള കോശാംഗങ്ങൾ വൈറസുകളിനകത്തൊന്നും ഇല്ല. സെൽ ഓർഗനൽസ്, നോർമൽ സെൽസിലുള്ളതുപോലുള്ളതൊന്നും ഇതിനകത്ത് ഇല്ല. അതുപോലെ തന്നെ ഞാൻ ടീച്ചർ ഇപ്പോൾ പറഞ്ഞതുപോലെ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അതിപ്പം മനുഷ്യർ മാത്രമല്ല, viruses infect not only human beings but also plants, other animals and even bacteria. ബാക്ടീരിയയിൽ വരെ ഈ വൈറസുകൾ ഇങ്ങനെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ വരെ ഇതിങ്ങനെ പെരുകാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വൈറസ് രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ അതിനകത്ത് പ്രധാനമായി പറയുന്നത് നിപ്പ, അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ഇല്ലേ, ആ ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ആസ് ദ നിപ്പ വൈറസ് വെക്റ്റേഴ്സ്. ഇതിൻ്റെ വാഹകർ, നിപ്പ എന്ന് പറയുന്ന വൈറസ് രോഗത്തിൻ്റെ വാഹകർ എന്ന് പറഞ്ഞാൽ പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരിടയ്ക്ക് വവ്വാലുകളെക്കുറിച്ചും അപ്പോൾ ഈ നിപ്പ വൈറസിൻ്റെ കാരണക്കാരി കുറേ നാളത്തേക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകളാണ് ഇതിൻ്റെ വാഹകർ എന്നാണ്. അപ്പം നിപ്പ വൈറസ് വിച്ച് സ്പ്രെഡ് ത്രൂ സലൈവ ഓർ സെറൈൻ ഓഫ് ഫ്രൂട്ട് ഈറ്റിംഗ് ബാറ്റ്സ് ഡയറക്ട്ലി ഓർ ത്രൂ പിഗ്സ് എന്ന് പറയുന്നുണ്ട്. പഴം ഭക്ഷിക്കുന്ന വവ്വാലിൻ്റെ ഉമിനീര് അല്ലെങ്കിൽ അതിൻ്റെ മൂത്രം വഴിയോ അല്ലെങ്കിൽ അവയെ ഭക്ഷിച്ച പിഗിൽ കൂടിയൊക്കെ ഇത് പകരുന്നുണ്ട്, സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാഥമിക വാഹകർ, പ്രൈമറി വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ബാറ്റും ആൻഡ് സെക്കൻഡറി വെക്റ്റർ, ദ്വിതീയ വാഹകർ എന്ന് പറയുന്നത് പിഗുമായിരിക്കും. അപ്പം അതുവഴി നമുക്ക് മനുഷ്യരിലോ ആർക്ക് വേണമെങ്കിലും ഈ നിപ്പ വൈറസ് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡയഗ്രത്തിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്.
ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് വൈറൽ ഡിസീസ് ദാറ്റ് ഈസ് എയ്ഡ്സ്. അപ്പോൾ മറ്റൊരു രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇതൊരു രോഗമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു രോഗാവസ്ഥ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ മുഴുവൻ പേര് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഇറ്റ് ഈസ് എ ഡ്രെഡ്ഫുൾ ഡിസീസ് ദാറ്റ് ഹാസ് ഗ്രിപ്പ്ഡ് ദ വേൾഡ് ബൈ ഫിയർ. ലോകത്തെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിയ ഒരു രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് HIV ആണ്. HIV എന്ന് വെച്ചാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. മനുഷ്യൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ തന്നെ തകരാറിലാക്കുന്ന വൈറസ് ആണിത്. അപ്പോൾ HIV അടങ്ങിയ ശരീരദ്രവങ്ങൾ സ്വീകരിക്കുന്നത് വഴിയൊക്കെ ഈ രോഗം നമുക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് ട്രാൻസിഷൻ ഓഫ് എയ്ഡ്സ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിനകത്ത് കൃത്യമായി കാണിച്ചിട്ടുണ്ട്. എയ്ഡ്സ് പകരുന്നത് ത്രൂ സെക്ഷൽ കോണ്ടാക്ട്സ് വിത്ത് HIV ഇൻഫെക്റ്റഡ് പേഴ്സൺ. HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ HIV പകരാം. ഇനി ഫ്രം HIV ഇൻഫെക്റ്റഡ് മദർ ടു ദ ഫീറ്റസ്. HIV ബാധിതയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് HIV രോഗം പകരാൻ സാധ്യതയുണ്ട്. ബൈ ഷെയറിംഗ് ദ നീഡിൽ ആൻഡ് സിറിഞ്ച് കണ്ടാമിനേറ്റഡ് വിത്ത് HIV കോമ്പണൻസ്. HIV ഘടകങ്ങളുള്ള സൂചിയും സിറിഞ്ചും പങ്കുവെക്കുന്നതിലൂടെ HIV രോഗം പകരാൻ സാധ്യതയുണ്ട്. ത്രൂ ദ റിസപ്ഷൻ ഓഫ് ബ്ലഡ് ആൻഡ് ഓർഗൻ കണ്ടാമിനേറ്റഡ് വിത്ത് HIV അടങ്ങിയ രക്തവും അവയവങ്ങളും സ്വീകരിക്കുന്നതിലൂടെ ഈ HIV രോഗം പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ HIV മൾട്ടിപ്ലൈസ് യൂസിങ് ദ ജനറ്റിക് മെക്കാനിസം ഓഫ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റുകളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് HIV പെരുകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ കുറയുന്നതിലൂടെ രോഗപ്രതിരോധ ശേഷിയും കുറയുന്നു. ഹെൻസ് ദ നമ്പർ ഓഫ് ലിംഫോസൈറ്റ് ഡിക്രീസസ് കൺസിഡറബിളി ആൻഡ് റെഡ്യൂസസ് ദ ഇമ്മ്യൂണിറ്റി ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ തകരാറിലാകുന്നു. ഈ ഒരു രോഗാവസ്ഥയാണ് എയ്ഡ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി മൊത്തത്തിൽ ഇല്ലാതാവുകയും, അപ്പോൾ ഇങ്ങനെ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുമ്പം ഏത് രോഗം വേണമെങ്കിലും നമുക്ക് പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മാരകമായി മാറുകയും ചെയ്യുന്നു. റെഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആ കണ്ടീഷൻ, ദ കണ്ടീഷൻ വിച്ച് റെഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി എനി പാത്തജൻ ക്യാൻ ഈസിലി അഫക്റ്റ് ദ ബോഡി. നമ്മുടെ ശരീരത്തെ ഏത് രോഗവും എപ്പോഴും പിടിപെടും. അങ്ങനെയാണ് ഈ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗാവസ്ഥ മാരകമായി മാറുന്നത്. ഓക്കെ, ഇനി എയ്ഡ്സ് ഡസ് നോട്ട് സ്പ്രെഡ് ലൈക്ക്. നമുക്ക് എയ്ഡ്സ് എന്ന് പറയുന്ന ആ രോഗാവസ്ഥ എങ്ങനെയൊക്കെ പകരാതിരിക്കുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. എയ്ഡ്സ് എങ്ങനെയൊക്കെ പകരാതിരിക്കുന്നു. അപ്പം അതായത് ബൈ ടച്ച്, ഷേക്കിംഗ് ഹാൻഡ്സ്, കഫിങ്, സ്നീസിങ് എക്സെട്ര. സ്പർശനം, ഹസ്തദാനം, ചുമ, തുമ്മൽ തുടങ്ങിയ സാഹചര്യങ്ങൾ എയ്ഡ്സ് ഒരു കാരണവശാലും പകരില്ല. ത്രൂ ഇൻസെക്ട്സ് ലൈക്ക് മൊസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ് എക്സെട്ര. കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ ഇവ പകരില്ല. ബൈ സ്റ്റേയിങ് ടുഗദർ ആൻഡ് ഷെയറിങ് ഫുഡ്. ഒരുമിച്ച് താമസിക്കുകയോ ആഹാരം പങ്കിടുകയോ ഒന്നും ചെയ്യുന്നതിൽ കൂടി ഈ അസുഖം പകരുകയില്ല. ബൈ യൂസിങ് ദ സെയിം ടോയ്ലറ്റ്. ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ എയ്ഡ്സ് പകരുന്നില്ല. ബൈ ടേക്കിംഗ് ബാത്ത് ഇൻ ദ സെയിം പോണ്ട്. ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ ഒന്നും എയ്ഡ്സ് പകരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പം ഷുഡ് വി സ്കാഡ് ഓഫ് എയ്ഡ്സ് പേഷ്യൻസ്. നമ്മൾ അതുകൊണ്ട് തന്നെ എയ്ഡ്സ് പേഷ്യൻസിനെ അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന രോഗാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരുമിച്ച് താമസിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഒരേ ശൗചാലയം ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ വരാം, ഇതെങ്ങാനും പകരുമോ. അപ്പം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊന്നും എയ്ഡ്സ് പകരുക ഇല്ല എന്ന്. സോ നമുക്ക് ഇവരെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും നമ്മൾ അവരെ നമ്മളോടൊപ്പം കൂട്ടി നിർത്തണം, ഒരിക്കലും നമ്മളിൽ നിന്ന് മാറ്റി നിർത്തരുത്. വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദം. അവരോട് നമ്മുടെ മനോഭാവം, സമീപനം എങ്ങനെയായിരിക്കണം? ഇപ്പം നിങ്ങൾക്കൊരു ഏകദേശ ഐഡിയ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ഒരിക്കലും അവരെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക. ഓക്കെ, നെക്സ്റ്റ് അടുത്തതായിട്ട് നെക്സ്റ്റ് വൈറൽ ഡിസീസ് ഈസ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി എന്നാണ്. ഇറ്റ് ഈസ് എ ലിവർ ഡിസീസ്. ഒരു കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ പാത്തോജൻ ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. ഇതിൻ്റെ രോഗകാരി ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണ്. വിച്ച് സ്പ്രെഡ് ത്രൂ. എങ്ങനെ ഇത് പകരാം? കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ബ്ലഡ് കോമ്പണൻസ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് പേഷ്യൻസ്. നമുക്ക് മലിനജലത്തിൽ കൂടിയോ ആഹാരം, രക്തം അല്ലെങ്കിൽ രോഗിയുടെ വിസർജ്യ വസ്തുക്കൾ വഴിയോ ഒക്കെ ഇതിങ്ങനെ പകരാം. ഇതിൻ്റെ സിംറ്റം എന്ന് പറയുന്നത് ലിവർ ഇൻഫ്ലമേഷൻ, കരൾ വീക്കം, കൂടാതെ ഡാർക്ക് യെലോയിഷ് കളർഡ് മ്യൂക്കസ് മെംബ്രെയിൻ, പിത്തരസത്തിലെ ബിലിറുബിൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റ് രക്തത്തിൽ കലരുന്നത് കാരണം അത് നമ്മുടെ ശ്ലേഷ്മ സ്തരത്തിലും കണ്ണിലും നഖത്തിനും ഒക്കെ മഞ്ഞ നിറം വരും. ഓക്കെ, ഡാർക്ക് യെലോയിഷ് കളർഡ് മ്യൂക്കസ് മെംബ്രെയിൻ, നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനും ഐസിനും നെയിൽസിനും. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ബിലിറുബിൻ, അതൊരു പിഗ്മെൻറ്റ് ഓഫ് ബൈലിനകത്ത് കാണപ്പെടുന്ന ഒരു പിഗ്മെൻറ്റാണ്. അതുകൊണ്ട് മഞ്ഞ നിറത്തിലായി മാറുന്നു. കണ്ണും നഖങ്ങളും പിന്നെ ഒക്കെ നമ്മൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു. അപ്പം മലിനജലവും ഭക്ഷണവും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന പകർച്ചാരീതി. എന്നതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ശുചിത്വബോധം, ആരോഗ്യബോധം എന്നിവ അത്യാവശ്യമായി പാലിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഈ കൊതുകുകൾ വഴി പകരുന്ന ചില വൈറൽ രോഗങ്ങളും ഉണ്ട്. ഇപ്പം ഡെങ്കു ഫീവർ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. ഡെങ്കു ഫീവർ, ചിക്കൻ ഗുനിയ, അതൊക്കെ നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള രോഗങ്ങളാണ്. കൊതുകുകൾ വഴിയാണ് പകരുന്നത്. ഇവ പരത്തുന്നത് ഈഡിസ് കൊതുകുകളാണ്. ഡെങ്കു ഫീവറും ചിക്കൻ ഗുനിയൊക്കെ കോമൺ ആയിട്ട് കേരളത്തിൽ കാണപ്പെടുന്ന രോഗങ്ങളാണ്. ഇത് ഈഡിസ് കൊതുകുകളാണ് പകർത്തുന്നത്. ദെൻ വി ക്യാൻ മൂവ് ടു ദ ഫംഗൽ ഡിസീസ്. ഇനി നമുക്ക് ഫംഗൽ ഡിസീസിനകത്തോട്ട് കിടക്കാം. അപ്പോൾ പൂപ്പലുകൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഫംഗസുകൾ എന്ന് പറയുന്നത്. ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫഞ്ചൈ കോസ് ഡിസീസസ്. ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫംഗസുകൾ വളരുമ്പോൾ ഉണ്ടാകുന്ന ടോക്സിനുകൾ, ഇതാണ് ഈ ഓരോ രോഗത്തിന് കാരണമാകുന്നത്. ഓക്കെ, ഈ റിംഗ് വേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റിംഗ് വേം, വട്ടച്ചൊറി എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ അത്ലറ്റ്സ് ഫുഡ്സ്. റിംഗ് വേമും അത്ലറ്റ്സ് ഫുഡ്സും രണ്ട് രോഗങ്ങളാണ്. ഇവ രണ്ടും ഈ ഫഞ്ചൈ ഡിസീസസിന് എക്സാമ്പിൾസ് ആണ്. അത്ലറ്റ് ഫുഡ്സ്, റിംഗ് വേം, വിച്ച് ആർ ദി ഫംഗൽ ഡിസീസസ്. പിന്നെ അതുപോലെ തന്നെ താരൻ, ഡാൻഡ്രഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതും ഒരു ഫംഗൽ ഡിസീസ് എന്നാണ് നമ്മളുടെ ധാരണ. എന്നാൽ ഡാൻഡ്രഫ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ഡിസീസ് അല്ല. എങ്കിലും ഫംഗസ് ബാധിച്ച് ഡാൻഡ്രഫ് അസഹ്യമായ ചൊറിച്ചിലും അണുബാധയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സർട്ടൻ ഫഞ്ചൈ ദാറ്റ് അഫക്റ്റ് ദ സ്കിൻ at this time cause itching and other infections. ഇച്ചിങ്, ചൊറിച്ചിലും അണുബാധയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, റിംഗ് വേം നോക്കി. റിംഗ് വേം, ഇറ്റ് ഈസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ സർട്ടൻ ടൈപ്സ് ഓഫ് ഫഞ്ചൈ. ചില ഇനം ഫംഗസുകൾ ത്വക്കിലുണ്ടാക്കുന്ന ഒരു രോഗമാണ് വട്ടച്ചൊറി എന്ന് പറയുന്നത്. അത് റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ. നമ്മുടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. റൗണ്ട് കളറിൽ ചൊറിഞ്ഞ് അല്ലെങ്കിൽ ചുമന്ന് വട്ടത്തിലിങ്ങനെ ഒരു തിണർപ്പുകളായിട്ട് കാണപ്പെടും. സ്പ്രെഡ് ത്രൂ കോണ്ടാക്റ്റ്. ഇത് എങ്ങനെയാണ് പകരുന്നത്? സ്പർശനം വഴിയോ സമ്പർക്കം വഴിയോ ഒക്കെ ഇത് പകരുന്നു. എന്നാൽ ഈ അത്ലറ്റ്സ് ഫുഡ്സ് എന്ന് പറയുന്നത്, അത്ലറ്റ്സ് ഫുഡ്സ് it is a fungal infection which manifests on the sole of the foot and between the toes. ടോസിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ കാണപ്പെടും. കാൽവിരൽക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗം ആണ് അത്ലറ്റ്സ് ഫുട്ട് എന്ന് പറയുന്നത്. റാഡിഷ് scaly rashes that causes itching on the sole of the foot and between the toes. അപ്പോൾ ചൊറിച്ചിലുണ്ടാകുന്ന ഇങ്ങനെ ചുവന്ന ശൽക്കങ്ങൾ കണക്ക് നമ്മളെ കാലിൻ്റെ പാദത്തിൻ്റെ വിരലുകൾക്കിടയിൽ ഇങ്ങനെ കാണപ്പെടും. അപ്പം സ്പ്രെഡ് ത്രൂ കോണ്ടാക്റ്റ് വിത്ത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ. മലിനജലവും മണ്ണുമൊക്കെ ആയിട്ടുള്ള സമ്പർക്കം വഴിയാണ് ഇതിങ്ങനെ പകരുന്നത്. അപ്പോൾ ഇവിടെയും വ്യക്തി ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഹൈജീൻ, പരിസര ശുചിത്വവും ഒക്കെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ്, പ്രോട്ടോസോവ ഡിസീസ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രോട്ടോസോവ ഡിസീസ് ആണ്. ഇവ ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമായി ഒരു യൂക്യാരിയോട്സ് ആണ്. പ്രോട്ടോസോവൻസ് ആർ യൂണിസെല്ലുലാർ യൂക്യാരിയോട്സ്.
പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത് ബാക്ടീരിയ പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസമാണ്. ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ പ്രൊക്കാരിയോട്സ് ആണ്. ഇതെന്ന് വെച്ചാൽ യൂക്യാരിയോട്സ് ആണ്. യൂക്യാരിയോട്സിന് ഒരു സ്തരാവരണത്തോടു കൂടിയ ന്യൂക്ലിയസ് കാണപ്പെടുന്നു. എല്ലാ കോശാംഗങ്ങളും, ഒരുവിധപ്പെട്ട എല്ലാ സെൽ ഓർഗനൽസും ഇവയ്ക്ക് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോട്ടോസോവൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് മലേറിയ, അതായത് മലമ്പനി. ആ മലമ്പനി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. പ്രോട്ടോസോവയുടെ മലേറിയ എന്ന് പറയുന്ന ഡിസീസിൻ്റെ പാത്തോജൻ എന്താണെന്ന് നോക്കേ, പ്ലാസ്മോഡിയം ആണ്. അതിൻ്റെ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം ചില സ്പീഷീസുകളാണ്. ഇവ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എത്തുന്നത് കൊതുകുകൾ വഴിയാണ്, സ്പ്രെഡ് ത്രൂ. എങ്ങനെയാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ്, ഇതിൻ്റെ വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോസ് ആണ്. അതിൻ്റെ ആ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആയിരിക്കും. അതിൻ്റെ നമ്മുടെ ലക്ഷണം എന്ന് പറയുന്നത് വിറയലോട് കൂടിയ കടുത്ത പനിയായിരിക്കും. ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, വിറയലോട് കൂടിയ കടുത്ത പനിയും. ആൻഡ് പ്രൊഫ്യൂസ് സ്വെറ്റിംഗ്, അമിതമായിട്ട് വിയർപ്പ്. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേജർ സിംറ്റം എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ ഭയങ്കരമായിട്ട് ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയേറിയ, അനീമിയ, തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച തുടങ്ങിയവയും കാണപ്പെടുന്നുണ്ട്. അപ്പം മലേറിയ എന്ന് പറയുന്ന രോഗത്തിൻ്റെ പാത്തോജൻ എന്ന് പറയുന്ന പ്ലാസ്മോഡിയമാണ്. വെക്റ്റർ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആൻഡ് ദ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആയിരിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, പ്രൊഫ്യൂസ് സ്വെറ്റിങ്, ഹെഡേക്ക്, വോമിറ്റിംഗ്, ഡയേറിയ, അനീമിയ, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങൾ ആണ്. ഇനി നമ്മൾ വേൾഡ് മലേറിയ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 25 എന്നിരുന്നാൽ തന്നെയും ജൂണിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് മലേറിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ മത്സരങ്ങളും പോസ്റ്ററുകളൊക്കെ ഉണ്ടാക്കുന്ന കാര്യം കുട്ടികളിൽ അതിനുള്ളൊരു അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനി ഈ വിഭാഗങ്ങളിലൊന്നും പെടാത്ത ഒരു വിരയാണ്, ഒരു വേമാണ് ഫൈലേറിയൻ വേം അഥവാ മന്തുവിര എന്നറിയപ്പെടും. അപ്പം ഇവ ഉണ്ടാക്കുന്നൊരു അസുഖമാണ് ഫൈലേറിയാസിസ് അഥവാ മന്തെന്ന് പറയും. ഇതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ഫൈലേറിയ വോംസ് ദാറ്റ് ആർ സ്പ്രെഡ് ബൈ ക്യുലെക്സ് മൊസ്കിറ്റോസ്. ഇതും കൊതുകുകൾ വഴി തന്നെയാണ് പെരുകുന്നത്. ഓക്കെ. ഇത് പെരുകി ലിംഫ് വാഹികളിൽ തടസ്സം സൃഷ്ടിക്കുന്നു. സ്വെല്ലിംഗ് ദ ലിംഫ് ഡക്ട്സ് ഡ്യൂ ടു ദ ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് ലിംഫ്. ഈ വിരകൾ പെരുകി ലിംഫ് വാഹികൾ തടസ്സം സൃഷ്ടിക്കുകയും ലിംഫിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് കാലിലോ കയ്യിലോ മുഖത്തോ എവിടെ വേണമെങ്കിലും വരാം, എങ്കിലും കോമൺ ആയിട്ട് കാണപ്പെടുന്ന കാലിലും കൈകളിലും ഒക്കെയാണ്. അപ്പോൾ ഇതും നമ്മൾ കൊതുകുകൾ വഴി തന്നെയാണ് സംഭവിക്കുന്നത്. സ്പ്രെഡ് ത്രൂ ക്യുലെക്സ് മൊസ്കിറ്റോസ്. ഇത് ക്യുലെക്സ് മൊസ്കിറ്റോസ് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ലിംഫിൻ്റെ പ്രവാഹത്തിന് തടസ്സപ്പെടുത്തുക. ദിസ് കോസസ് സ്വെല്ലിംഗ് ഇൻ ദ ലിംഫ് ഡക്റ്റിൻ്റെ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാവുകയും ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുകയും ചെയ്യുന്നു. അപ്പം മലിനജലം, ആഹാരം അല്ലെങ്കിൽ അതുപോലെ അത് വൃത്തിഹീനമായ പരിസരം, അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ട് കൊതുകുകളൊക്കെ വളരാൻ സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ട്, വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും പാലിക്കേണ്ടത് വളരെ പ്രാധാന്യമാണ്. അപ്പം പേഴ്സണൽ ഹൈജീനും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ഹൈജീനും ഒക്കെ നമ്മൾ പാലിച്ചാൽ മാത്രമേ ഇതുവരെ നമ്മൾ നോക്കിയ അസുഖങ്ങളെല്ലാം പരിസര ശുചിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പൊല്യൂട്ടഡ് സറൗണ്ടിങ് എന്ന് പറയുന്നത് അത് ഇവയ്ക്കൊക്കെ വളരുന്നതിനുള്ള ഒരു രോഗകാരികളുടെ പെരുകുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. അപ്പോൾ ഈ കൊതുക്, ഈച്ച പോലുള്ള ജീവികൾ പെരുകുന്നതോടൊപ്പം ഇതുപോലുള്ള കണ്ടാമിനേറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സാംക്രമിക രോഗങ്ങൾ തടയണമെങ്കിൽ ഈ രോഗകാരികളും വാഹകരും ഒക്കെ ഇങ്ങനെ പെരുകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയേ പറ്റും.
അപ്പോൾ പരിസരം മലിനമാകാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമ തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. അപ്പോൾ അതുപോലെ നമ്മൾ നേരത്തെ മുതലേ കേട്ടതാണ് ഡ്രൈ ഡേ ആചരിക്കുന്നത്. ഓക്കെ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഒബ്സർവിങ് ഡ്രൈ ഡേ, അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടും ഉള്ള ഇങ്ങനെ വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ മലിനമായി കിടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി അത് ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഡ്രൈ ഡേ ആചരിക്കേണ്ട പ്രത്യേകത. നമ്മൾ ഇത്രയും നേരം പഠിച്ച ബാക്ടീരിയൽ ഡിസീസ് ആയാലും വൈറൽ ഡിസീസ് ആയാലും പ്രോട്ടോസോവ ഡിസീസ് ആയാലും ഇതിനൊക്കെ ഈ ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസം, ഈച്ച, കൊതുക് പോലുള്ള ജീവികൾ ഉൾപ്പെടെയുള്ള അതും കൊതുക്, ഈച്ച പോലുള്ള ജീവികളും കൂടാതെ മൈക്രോ ഓർഗാനിസമും ഒക്കെ പെരുകുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത് ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.